5ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗമായ എരുതിയിൽ ഉയിരോടെ എന്നതിലെ സൈക്കെ എന്ന കഥാപാത്ര നിരൂപണമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സൈക്കെ ഗ്രീക്ക് പുരാണ കഥയെ മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്ത കഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് എരുതിയിൽ ഉയിരോടെ എന്ന പാഠഭാഗം. ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈറോസ് ദേവൻ്റെ ഭാര്യയായ സൈക്കെ. തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി സൈക്കെ വളരെയധികം വേദനകളും കഷ്ടതകളും അനുഭവിച്ചതായി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈറോസ് ദേവൻ്റെ അമ്മയായ അഫ്രോഡിറ്റി എങ്ങനെയും സൈക്കയെ നശിപ്പിച്ച് അടങ്ങൂ എന്ന് വിചാരിച്ച് നടക്കുന്ന അവരുടെ അടുത്തേക്ക് സൈക്കെ തൻ്റെ ഭർത്താവിന് വേണ്ടി പോയത്. അപ്പോൾ ഈറോസ് ദേവൻ വിളക്കിലെ എണ്ണ വീണ് പൊള്ളിയിരിക്കുകയായിരുന്നു. അഫ്രോഡിറ്റി സൈക്കയ്ക്ക് കുറച്ച് കഠിനമായ ജോലികൾ കൊടുത്തു. അതിൽ വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നാൽ ആ കഠിനമായ ജോലികൾ തീർത്തില്ലെങ്കിൽ മരണമായിരിക്കും ഫലം എന്നും പറഞ്ഞു. അവളുടെ സങ്കടം കണ്ട് ഉറുമ്പുകളും കഴുകനും അവളെ സഹായിച്ചു. എന്നാൽ അവൾ ആരെയെങ്കിലും സഹായിച്ചു എന്ന് മനസ്സിലാക്കിയ അഫ്രോഡിറ്റി അവളെ ശകാരിക്കുകയും ശപിക്കുകയും ചെയ്തു. ഇതെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ അവസാനം സൈക്കയുടെ സങ്കടം കണ്ട് അവളുടെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുകയാണ്. സൈക്കെ വളരെ പാവവും നിഷ്കളങ്കയുമായ ഒരു കഥാപാത്രമായാണ് ഈ പാഠഭാഗത്ത് നിന്ന് നാം കാണുന്നത്.